ആണെങ്കിൽ രേവതിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു വിഷുവായിട്ട് രണ്ടാളെന്താ ഇങ്ങോട്ടൊന്നും വരാത്തേന്ന്. അപ്പോ രേവതി പറയും വേണുട്ടിന് നല്ല തലവേദന ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അനിമോനെ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്ന് ഞങ്ങൾ രണ്ടാളും വിചാരിച്ചിരുന്നതാണെന്ന് പറയും. അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകളെ സ്നേഹിക്കാത്തവന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് അതിന്റെ നന്ദി പോലും അവൻ കാണിക്കുന്നില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോ അതുപോലെ തന്നെ രേവതി പറയുന്നുണ്ടായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മരുമകനല്ലേ അനി, അതുകൊണ്ട് അതിന്റെ ഒരു സ്നേഹം മോനോട് കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേണു വന്നിട്ട് സംസാരിക്കാനായിട്ട് ഫോൺ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ജാനകിനോട് പറയുന്നത് എന്റെ മകള് ആ വീട്ടിലെ പുറമ്പോക്കാണല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ, അനി ഇങ്ങനെ മോള് സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോ അനി മാത്രമേ അങ്ങനെ അവളെ സ്നേഹിക്കാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും മോളോട് നല്ല സ്നേഹം തന്നെയാണെന്ന് പറയും. ആ സമയത്ത് വീണു പറയുന്നുണ്ടായിരുന്നു മൂർത്തി ട്രസ്റ്റിലെ അംഗമൊന്നും ആക്കിയിട്ടില്ലല്ലോ മോളെ എന്ന് പറയും. അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു പുതിയ മരുമക്കൾ ആരും ട്രസ്റ്റിലെ അംഗങ്ങളല്ല എന്ന് പറയൂ കേട്ടോ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു ജാനകി. അപ്പൊ വീണു പറയാണ് അങ്ങനെ മോളെ ട്രസ്റ്റിലെ അംഗമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ മോളെ കണ്ടുവെന്നെങ്കിലും ഞങ്ങൾക്ക് വിചാരിക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ ജാനകി പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് രണ്ടുപേരും ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല, വയറ് കേടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് വന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, വയറ് കേടായിട്ട് ബാത്റൂമിൽ ഇരിക്കാനേ സമയം കാണുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഫോണ് വെച്ച ശേഷം രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ, ഇപ്പൊ അവിടെ നൈനി നവ്യൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണത്തിലൊന്നും ചേർക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും വീണ് പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും അങ്ങോട്ടില്ല, അവിടുത്തെ ഭക്ഷണത്തിന് പോലും നമ്മളെ ഇഷ്ടമില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയൂട്ടെ. പിന്നെ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് വിഷുടെയാണ്, ഇന്ന് തന്നെ വയറ് കേടായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മൊത്തം പോക്കാണ്, അതുകൊണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് പറയും. പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു ആ നൈനിയും നവ്യൊക്കെ തിരിച്ചു വരുന്നതിന് മുന്നേ മോള് അവിടെ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അനാമികനെ ട്രസ്റ്റിൽ അംഗാക്കാൻ പറഞ്ഞല്ലോ ജാനകിനോട്, അപ്പൊ അതിനെ കുറിച്ചും പറയണ്ടായിരുന്നോ എന്നൊക്കെ രേവതിനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയണ്ടേ, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാവുള്ളൂ എന്ന് രേവതി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിന്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൈനി ആണെങ്കിലും. അപ്പൊ നന്ദു അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചിനോട് പറഞ്ഞതല്ലേ ഇതൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കാന്നുള്ളത് എന്ന് പറയൂട്ടോ. അപ്പൊ നൈന പറയാണ് നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ പുറത്തു കൊടുത്താൽ ഇത്രയും അങ്ങനെ വൃത്തിയാവില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അത് മാത്രമല്ല നന്ദു ആണെങ്കിലും അനീനെ സ്നേഹിച്ചു തുടങ്ങിയ ശേഷം ഇങ്ങനെ അത്ര ബോൾഡ് ഒന്നല്ല. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ ഒരു SI ആവാൻ പോവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് നിൽക്കണം എന്ന് പറയും. അപ്പോഴേക്കും നവ്യ അവിടേക്ക് വന്നിട്ട് അതന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നീ SI ആയിട്ട് വേണം എനിക്ക് 2-3 പേര് ഇടിച്ചു ശരിയാക്കാൻ എന്നൊക്കെ പറയും. അപ്പൊ അതാരാന്ന് ചോദിക്കുമ്പോ അതാരാ അബിയുടെ അമ്മ തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ അച്ഛനോടും അമ്മേനോടൊക്കെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു പലിശക്കാരനുണ്ടല്ലോ, അയാളെയും ഒന്ന് ശരിയാക്കണം എന്ന് നന്ദുവിനോട് പറയുന്ന സമയത്ത് നന്ദു നൈനയോടും പറയുന്നുണ്ടായിരുന്നു ചേച്ചിയും പഴയ പോലെ ഒന്നല്ലല്ലോ ഇപ്പോ, ചേച്ചിയാണെങ്കിൽ ഒരുപാട് ചുരുങ്ങിപ്പോയി എന്ന് പറയൂട്ടോ. ആദ്യമൊക്കെ ചേച്ചിക്ക് എന്ത് തന്റേടെ ആയിരുന്നു, ആ തന്റേടെ ഒക്കെ വീണ്ടും കാണിക്കണം എന്ന് പറയാണ്. അപ്പൊ നവ്യം പറയുന്നുണ്ടായിരുന്നു മൂത്ത മരുമകൾ എന്ന നിലയിൽ ആദർശേട്ടന്റെ അമ്മയായിരുന്നു ആ വീട് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ കിരീടും ചെങ്കോലൊക്കെ നിനക്ക് തന്നിരിക്കില്ലേ, അപ്പോ അതിനെങ്ങനെ നീ ഇങ്ങനെ മൂത്ത മരുമകളാണെന്നുള്ള പരിഗണന മാത്രമല്ല നീ മൂർത്തി സ്റ്റീലർക്ക് എന്തുപാട് നേട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതുകൊണ്ട് നീ മറ്റാരുടെ മുന്നിലും ഇങ്ങനെ ചൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. പ്രത്യേകിച്ചും അനാമികയുടെ അവളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മുന്നിൽ എന്ന് പറയാണ് കേട്ടോ. അവരുടെ മുന്നിലേക്ക് തന്റെ അടുത്തോടുകൂടി നിൽക്കുന്ന വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നൈന പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ അച്ഛനെയും അമ്മേനെയും മോശമായിട്ട് അവൾ പറഞ്ഞ സമയത്ത് അവളുടെ കരുണ നോക്കിയല്ലേ ഞാൻ കൊടുത്തത്, അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ അത് മാത്രമല്ലല്ലോ ഇനിയിപ്പോ ഇങ്ങനെ ആ വീട്ടിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് ജീവിക്കാനും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറയൂട്ടോ. പിന്നെ അത് മാത്രമല്ല നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഇങ്ങനെ അനാമിക വലിയ പണക്കാരിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, അന്നിങ്ങനെ ആദർശേട്ടന്റെ അമ്മ കൊടുത്ത ഒരു മാല അവിടുന്ന് മോഷണം പോയിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒരു തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതൊക്കെ പുറത്തു കൊണ്ടുവരുവേ നൈനയോട് നന്ദു പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് മാത്രമല്ല ഇങ്ങനെ SI പോസ്റ്റിംഗ് ആവുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു പോസ്റ്റ് വാങ്ങിച്ചു തരാനായിട്ട് ആദർശേട്ടന്റെ മുത്തശ്ശനോടൊന്ന് ചേച്ചി സംസാരിക്കണം എന്നും കൂടെ നന്ദു പറയുന്നുണ്ട്.
പിന്നീട് എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നന്ദു പോകുന്നോണ്ട് തന്നെ കനയ്ക്ക് വലിയ വിഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്ദുവിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കനക വാരി കൊടുക്കുന്ന സമയത്ത് നീ മാത്രം കൊടുത്താൽ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനും കൂടെ കൊടുക്കും. അപ്പൊ അതിന് പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ ഞങ്ങൾ എന്തിനാ കൊടുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കനകയാണെങ്കിലും വീണ്ടും കൊടുക്കുന്ന സമയത്ത് നന്ദു മതി എന്നൊക്കെ പറയാണ്. അപ്പൊ നീ മതിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരും ഭക്ഷണം കഴിക്കില്ല എന്ന് അതിന് പറയുമ്പോ എന്നാ പിന്നെ ഞാൻ കഴിക്കാം എന്ന് പറയാണ്. അത് പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു 3 പെൺമക്കളും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടുന്നത് ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം കൂടെ അവർക്ക് ഉണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ല നന്ദു പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഞാൻ SC ആവാൻ പോവാണല്ലോ, അതുകൊണ്ട് അച്ഛൻ കുറച്ച് അധ്വാനമൊക്കെ കുറയ്ക്കണം, മാസം അച്ഛന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയും നീ എന്തിനാ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കാന്ന് അച്ഛനോട് പറഞ്ഞതാണല്ലോ, പക്ഷെ അച്ഛൻ അതിന് തയ്യാറല്ല, അതുകൊണ്ടല്ലേ എന്ന് പറയൂട്ടോ. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ആരോഗ്യത്തിനും ഒന്നും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അധ്വാനിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നവ്യ പറയുന്നുണ്ടായിരുന്നു ഇവരൊക്കെ കാശുകാരാണ്, എനിക്കൊന്നും തരാൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് നീ ഒന്നും തരണ്ട, നീ ഇങ്ങനെ നിന്നെ പോലെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ, ഒരു പേരക്കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നും കൂടെ പറയാൻ കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അത് കേൾക്കുമ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്കും ചെറിയൊരു വിഷമമുണ്ട്, ഇങ്ങനെ ചേച്ചിന്റെ ഡെലിവറി സമയത്ത് ഞാൻ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോ നവ്യ പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോ എന്താ വീഡിയോ കോൾ ഒക്കെ ചെയ്യാലോ, അപ്പൊ നിനക്ക് കുഞ്ഞുണ്ടായ അപ്പൊ തന്നെ ഇങ്ങനെ ലൈവായിട്ട് കാണാനും പറ്റുമല്ലോ എന്നൊക്കെ പറയും. പിന്നെ നന്ദു പറയാണ് ഇന്ന് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു ഡിന്നർ പാർട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കനക പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട, ഇനിയിപ്പോ കുറച്ച് മണിക്കൂർ മാത്രമേ നന്ദൂട്ടിന് പോകാനുള്ളൂ, അതുകൊണ്ട് അതിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കണ്ട, പോണ്ടെന്ന് പറയൂട്ടോ. അപ്പൊ ആ സമയത്ത് നൈനിയും പറയുന്നുണ്ടായിരുന്നു അവിടെ അനി കാണുമല്ലോ എന്ന് പറയൂട്ടോ. പനിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും അത് എനിക്ക് അത്ര വിശ്വാസം പോരാ, ഇന്നലെ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു ആണെങ്കിലും പ്രശ്നം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. പിന്നീട് റൂമിൽ വന്ന് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദുവിനുള്ള. അപ്പൊ ഇത് കുറച്ച് ഡ്രസ്സാണ് അച്ഛൻ വാങ്ങിച്ചതാണ്, ഇനിയിപ്പോ മോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പഴയത് ഒന്നും ഇടണ്ട, പുതിയത് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ് കേട്ടോ. അപ്പൊ നന്ദുവിനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. കനകയാണെങ്കിലും എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലീസ് യൂണിഫോം ഇടുന്നതൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നന്ദൂട്ടന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്ന് പറയും. പിന്നെ അത് മാത്രമല്ല ഗോവിന്ദനും ഇങ്ങനെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ SC ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നയത്തിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രല്ല നന്ദു അവിടുന്ന് പോകുന്നോണ്ട് തന്നെ അനിയുമായിട്ട് കാണാനുള്ള സാഹചര്യം ഒക്കെ ഇല്ലാതാവുമല്ലോ. അപ്പൊ ആ ഒരു ആശ്വാസം ഉണ്ട് എന്ന് കനക പറയുന്നുണ്ടായിരുന്നു. അനിയായിട്ട് കാണാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോ മോളിങ്ങനെ SC ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ തന്നെ നല്ലൊരു ബന്ധം കണ്ടുപിടിച്ച് മോളുടെ കല്യാണം നടത്തി തരാന്നൊക്കെ പറയുമ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല, എന്റെ പ്രൊഫഷനും അതുപോലെ തന്നെ കുടുംബം കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിനാണെങ്കിലും ആകെ വിഷമാണ്. അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും കാര്യം പറഞ്ഞ് വീണ്ടും ഉപദേശിച്ചിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ മോളി ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ കനയ്ക്കാണെങ്കിലും നന്ദു പോകുന്നോണ്ട് തന്നെ വലിയ സങ്കടമുണ്ട്, അതുകൊണ്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് നന്ദു ആണെങ്കിലും ഗോവിന്ദൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ആ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നൈനയാണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ ആദർശിന്റെ ഒരു മിസ് കോളും ഇല്ല, ഒരു മെസ്സേജും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നൈന പറയുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്റെ ഭർത്താവിന് ഇന്നൊരു മിസ് കോളും അതുപോലെ തന്നെ ഒരു മെസ്സേജും ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയട്ടെ. എന്നിട്ട് പിന്നീട് ആദർശിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിൽ കോൾ എടുക്കുന്നില്ല കേട്ടോ, കോൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നൈനയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട്, ഇതിപ്പോ എന്ത് പറ്റി ആദർശേട്ടന് കോൾ കട്ട് ചെയ്യാണല്ലോ എന്നോർത്ത് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മെസ്സേജിനാണെങ്കിലും ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല ആദർശ്. അപ്പൊ അതുകൊണ്ട് തന്നെ നൈനയ്ക്ക് ആകെ സങ്കടം ആവുന്നുണ്ട്. പിന്നീട് അമ്മേനെ വിളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ദേവയാനിനെ വിളിക്കുന്നുണ്ടായിരുന്നു. നയനെ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ദേവയാനിനോട് കാര്യം പറയാൻ കേട്ടോ ആദർശമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നില്ല, എന്ത് പറ്റി ആദർശേട്ടനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല, അവൻ എന്തൊക്കെയോ വിഷമമുണ്ട് എന്ന് പറയൂട്ടോ. അതെന്താന്ന് ചോദിക്കാനും പറ്റില്ലല്ലോ എനിക്ക്. എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട, നന്ദു നാളെ പോവല്ലേ, അതുകൊണ്ട് അവളെ എങ്ങനെ സന്തോഷിപ്പിച്ച് യാത്ര അയക്കാൻ നോക്കുക, ആദർശിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടുന്നു വേണ്ട, എന്തായാലും ഞാൻ അവനോട് കാര്യം തിരക്കാനായിട്ട് ശ്രമിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യാണ്. പിന്നീട് നേരെ ആദർശിന്റെ അടുത്തേക്കാണ് കേട്ടോ ദേവയാനി ചെല്ലുന്നത്. എന്നിട്ട് ആദർശിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദർശ് ചോദിക്കും അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ആദ്യമായിട്ട് കാണുകയാണോ എന്ന് ചോദിക്കും കേട്ടോ.
അതിനുശേഷമാണ് ദേവയാനി പറയുന്നത്, അപ്പോ നീ അവളോട് എന്നെ വിളിക്കരുത് എന്ന് പറയണം, അപ്പോ നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്ന് അവളോടൊന്ന് പറയണം എന്ന് പറയൂട്ടോ. ആരോട് നോക്കുമ്പോ നിന്റെ ഭാര്യയോട് തന്നെ എന്ന് പറയും. അപ്പൊ അമ്മയ്ക്ക് അവൾ വിളിച്ചപ്പോ കോൾ എടുക്കാതിരുന്നാ പോരായിരുന്നോ എന്ന് ആദർശ് ചോദിക്കുമ്പോ അത് ഞാൻ അവളുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല, അപ്പോ വേറെ ആരോ എന്ന് വിചാരിച്ച് ആണ് എടുത്തപ്പോ പിന്നെ പരാതിയോട് പരാതിയാണ്, നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അല്ല നിങ്ങൾക്കിടയിൽ എന്താ പറ്റിയത്, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലോഹിത്തിലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കാണ്. ആ സമയത്ത് ആദർശാണെങ്കിലും ദേവേനിയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്കല്ലേ അവളില്ലാതെ ഉറക്കം വരാത്തത് എന്നൊക്കെ ഇങ്ങനെ, നിനക്കാണല്ലോ വലിയ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയുന്ന സമയത്ത് എനിക്കിപ്പോ അവളില്ലാത്തതുകൊണ്ട് ഒരു ഉറക്കക്കുറവും ഇല്ല, ഇനിയിപ്പോ അമ്മ അങ്ങനെ എല്ലാവരോടും അതാണല്ലോ എപ്പോഴും പറയുന്നത്, ഇനിയിപ്പോ അങ്ങനെ പറയണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. എനിക്ക് അവളില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ദേവയാനി പറയുകയാണ്, ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് ശരിയാണ്, ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.